ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കൊച്ചിയിൽ ബസ്സുകൾക്കിടയിൽ പെട്ട് 2 മരണം. ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഇന്ന് രാവിലെയായിരുന്നു അപകടം. 6:30യോടുകൂടി വൈറ്റില ചക്കരപ്പറമ്പ് ഭാഗത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. ഇതിൽ രണ്ട് യുവാക്കളാണ് മരണമടഞ്ഞിരിക്കുന്നത്. അതിൽ ബൈക്ക് യാത്രക്കാരാണ്. ഇവിടെ ചക്കരപ്പറമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന KSRTC ഓർഡിനറി ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിന് പിറകിൽ നിന്ന് വരികയായിരുന്ന ഗരുഡ സ്കാനിയ ബസ് അത് മറികടന്നു പോകുമ്പോൾ ഈ രാവിലെ ഇതിനൊപ്പം തന്നെ ഈ ഓർഡിനറി ബസ്സിനൊപ്പം തന്നെ വശത്തുകൂടി പോവുകയായിരുന്ന ഇരുചക്ര വാഹനമുണ്ടായിരുന്നു. അതിനെ കൂടി മറികടന്നുകൊണ്ട് സ്കാനിയ ബസ് പോകാൻ ശ്രമിച്ചു. അതിനിടയിൽപ്പെട്ടാണ് പെട്ടെന്ന് ബ്രേക്ക് അമർത്തിയ, പക്ഷെ അവർക്കത് നിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ 2 ബസ്സുകൾക്കിടയിലുമാണ് ഈ ബൈക്ക് പെട്ടത്. ബൈക്ക് നിശേഷം പൂർണ്ണമായിട്ട് തന്നെ ഈ സ്കാനിയ ബസ്സിന് അടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ബസ്സിന്റെ മുൻഭാഗവും ഈ ഇടിയുടെ ഒരു ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. ബൈക്ക് യാത്രികരായ 2 പേരും തൽക്ഷണം മരിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കൊച്ചി സ്വദേശികളാണ് എന്നതാണ് ഇവരെക്കുറിച്ച് ലഭ്യമാവുന്ന വിവരം. പൂർണ്ണമായ മേൽവിലാസം ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ തുടർന്ന് അവിടെ മണിക്കൂറുകളോളമായി ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തി ഇവിടെ ഗതാഗത നിയന്ത്രണം സുഗമമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഈ അപകട ദൃശ്യങ്ങൾ കാണുകയും പലർക്കും ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അതിൽ 10ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. മഴയെ തുടർന്ന് പെട്ടെന്ന് ബസ് ബ്രേക്ക് അമർത്തിയെങ്കിലും അത് നിർത്താൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ്സിൽ ബൈക്ക് യാത്രികർ അവിടെ നിർത്തിയിരുന്ന ബസ്സിനെ മറികടന്നുകൊണ്ട് പോകുന്നതിനിടെ പിറകിൽ നിന്ന് വന്ന സ്കാനിയ ബസ്സാണ് ബൈക്കിൽ ഇടിക്കുന്നത്. അപകടത്തിലെ തുടർന്ന് തൽക്ഷണം 2 പേരും മരിക്കുകയായിരുന്നു. ഈ കൊച്ചി സ്വദേശികളാണ് എന്നതിനപ്പുറം ഈ മരണപ്പെട്ട യുവാക്കളെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല അല്ലേ ഡാനി? നിലവിൽ ലഭ്യമായിട്ടില്ല. കാരണം മൃതദേഹങ്ങൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അവരുടെ വിശദാംശങ്ങൾ, അവരുടെ പേര് വിവരങ്ങൾ പോലീസ് ലഭ്യമാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നതാണ്. എറണാകുളം രജിസ്ട്രേഷനിലുള്ളതാണ് ബൈക്ക്. ഇവരെ മേൽവിലാസവും ഡീറ്റെയിൽസും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ചെറുപ്പക്കാരാണ് അപകടത്തിൽപ്പെട്ട 2 പേരുമെന്നാണ് ലഭ്യമായ വിവരങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രമ്യ. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നാണ് ഈ അപകട വാർത്ത വരുന്നത്. ബസ്സുകൾക്കിടയിൽപ്പെട്ട് 2 ബൈക്ക് യാത്രികരാണ് മരിച്ചത്. യുവാക്കളാണ് മരണപ്പെട്ടത്. ഇവർ കൊച്ചി സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.